MLAക്കും പറയാനുണ്ട്. ഷെക്കീന ന്യൂസിൻ്റെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നെത്തിയിരിക്കുന്നത് കയ്പമംഗലം നിയോജകമണ്ഡലത്തിലാണ്. കെ വത്സരാജാണ് കയ്പമംഗലം നിയോജകമണ്ഡലം MLA. കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും നമുക്ക് MLAയിൽ നിന്നറിയാം. ഞാൻ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ഇലക്ഷൻ പ്രചരണ രംഗത്ത് എന്നോട് പല ആവശ്യങ്ങളും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറ് സൈഡ് പൂർണ്ണമായി കടലും കിഴക്കേ ഭാഗത്ത് കനോലി കനാലും പ്രധാനമായി നമ്മുടെ നാഷണൽ ഹൈവേ 66 അതിൻ്റെ 2 കിഴക്കും പടിഞ്ഞാറുള്ള ടിപ്പു സുൽത്താൻ റോഡുകൾ. ഇതാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടൊരു ഘടന. അതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ജനസമൂഹത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നൊരു ജനസമൂഹം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു വലിയ സമൂഹമുണ്ട്. ആ സമൂഹത്തിൽ അവരുടെ പ്രധാനപ്പെട്ട 1-2 ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്കും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. അത് ഏറ്റവും പ്രധാനമായി വരുന്നത് നമ്മുടെ ഫിഷ് ലാൻഡിങ് സെൻറ്ററുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മത്സ്യബന്ധന സൗകര്യം ഇപ്പോൾ അഴീക്കോട് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു മത്സ്യബന്ധന കേന്ദ്രമാണ്. അപ്പോൾ അവിടെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അവിടെ ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ ഉണ്ടാവണം, അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാവണം എന്ന് നേരത്തെ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം VS സുനിൽകുമാർ ഇവിടെ ഫസ്റ്റ് MLA ആയി വന്ന സമയത്ത് തന്നെ അതിനകത്ത് ഇടപെട്ടു. പിന്നീട് ടൈസൺ മാഷ് അത് കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അതിനനുകൂലമായിട്ടൊരു തീരുമാനം പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 44 കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിയായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 3 ഭാഗം സംസ്ഥാന ഗവൺമെൻറ്റാണ് വഹിക്കേണ്ടത്, ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫിഷിംഗ് മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട് വഹിക്കും. അപ്പോൾ ആ ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്റർ പ്രവർത്തനം പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ മത്സ്യബന്ധന രംഗത്തൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. അത് ഇപ്പോൾ ഈ കേന്ദ്ര ഫിഷിംഗ് മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വന്നതിനെ തുടർന്ന് ഞാൻ MLA എന്ന രീതിയിൽ അത് കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം നൽകിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടാണ് മുഖ്യമന്ത്രി അത് കണ്ടത്. അദ്ദേഹം ഇപ്പോൾ ബ്ലൂ ഇക്കോണമി, തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 വർഷത്തിനുള്ളിൽ ആ ഒരു പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് കയ്പമംഗലത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ മുസ്ലിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വികസനത്തിലൊരു വലിയ പങ്കുവഹിക്കാൻ കഴിയുന്നൊരു ഏരിയ നമുക്ക് അവിടെ ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന മറ്റൊരു പദ്ധതിയായിട്ട് അത് വരും. ഇപ്പം തന്നെ അതിൻ്റെ ചില പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും അത് പോരാ, അവിടെ ധാരാളമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വിശേഷിച്ച് ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ജീവിതത്തിൽ പ്രധാനമായ പങ്കുവഹിച്ചൊരു ചരിത്രം ഈ മുസ്ലിംസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സാംസ്കാരികമായിട്ടുള്ള നിരവധി കേന്ദ്രങ്ങളെ സജീവമാക്കാനൊക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ കയ്പമംഗലത്തിൻ്റെ പഴയ പാരമ്പര്യവും പൈതൃകവും ഒക്കെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക മണ്ഡലത്തിൽപ്പെട്ട ജനവിഭാഗങ്ങൾക്കൊക്കെ ഒരു കേന്ദ്രമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. ആ ഒരു കാഴ്ചപ്പാടും എൻ്റെ മനസ്സിലുള്ളതാണ്. അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യം ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു മത്സ്യബന്ധന കേന്ദ്രമാണ് ഈ കയ്പമംഗലം പഞ്ചായത്തിൽ വരുന്ന ആറാട്ടുകടവ് എന്ന് പറയുന്ന പ്രദേശത്ത് നമുക്കവിടെ ഇതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ മത്സ്യബന്ധന കേന്ദ്രമാണത്. അവിടെയും ഒരു ഫിഷ് ലാൻഡിങ് സെൻറ്ററിൻ്റെ ആവശ്യം ജനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ മണ്ഡലത്തിൻ്റെ വടക്കൻ മേഖലയിലും നമ്മുടെ മത്സ്യത്തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് വലിയ സൗകര്യം ഉണ്ടാക്കാൻ കഴിയും. മറ്റൊരു കാര്യം വരുന്നത് ഇവിടുത്തെ കടൽ ഭിത്തിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ കടൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ചില ഏരിയകളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് തടയാൻ കഴിയുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഈ കരിങ്കല്ല് കൊണ്ട് മതിൽ കെട്ടുക എന്ന് പറയുന്നതുകൊണ്ട് മാത്രം അതിനൊക്കെ കോടിക്കണക്കിന് രൂപ വരുന്നതാണ്. അതിന് ശാസ്ത്രീയമായ ആശയങ്ങൾ ഇപ്പോൾ പൊതുവിലുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് അവിടെ കടലേറ്റം തടയാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതും ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കപ്പെട്ട അതിൻ്റെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ അതൊരു 19 കോടിയുടെ ഒരു വലിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിപ്പോൾ കയ്പമംഗലത്തിന് മാത്രമായിട്ടല്ല, മൊത്തത്തിൽ തീരപ്രദേശത്തിന് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഓരോ ഏരിയയിലും കുറേ കൂടി സൗകര്യം വേണ്ടതായിട്ട് വരും. അപ്പോൾ അത് വരുന്ന മുറയ്ക്ക് അതൊരു വലിയ പ്രോജക്റ്റായിട്ട് പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കയ്പമംഗലത്തെ ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്.
കായലിൻ്റെയും കടലിൻ്റെയും നടുക്കിൽ കിടക്കുന്ന ഒരു ഭൂപ്രദേശമായതുകൊണ്ട് രണ്ട് മേഖലയിലും കുടിവെള്ളത്തിൻ്റെ ഒരു നല്ല ശുദ്ധജലം കിട്ടുന്നതിൻ്റെ പരിമിതി ധാരാളമുണ്ട്. അപ്പോൾ ശുദ്ധജല വിതരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നാട്ടിക ഫർക്ക ജല പദ്ധതി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ. ഇപ്പോഴല്ല, കുറേ മുമ്പ് വന്നിട്ടുള്ളതാണ്. 10 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ്. അതിൽ കൈപ്പമംഗലം മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ അതിനകത്ത് വരും. അപ്പോൾ അതുകൂടി വന്നാൽ അതിൻ്റെ പണി പൂർത്തിയായി വരികയാണ്. ഇപ്പോൾ ആ അളവിൽ ശുദ്ധജലം കിട്ടാനുള്ള സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക, ആ പദ്ധതി എത്രയും വേഗതയിൽ പൂർത്തിയാക്കി കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ മുൻഗണന നൽകുന്ന ഒരു പ്രവർത്തനമാണ്. ഈ നാട്ടിക സർക്കാർ ജല പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഈ പറഞ്ഞ 5 പഞ്ചായത്തുകളെ വരുന്നുള്ളൂ. ബാക്കി 2 പഞ്ചായത്ത് കൂടി ഉണ്ട്. ഇവിടെ എടവിലങ്ങും എറിയാടും അതിൻ്റെ പരിധിയിൽ വരാത്തതാണ്. അപ്പോൾ അതിന് തനതായിട്ടുള്ള വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോജക്റ്റിനെ കുറിച്ചും കൂടി നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. ഇത് തന്നെ വന്നാൽ ഇതിൻ്റെ ഫോഴ്സ് ചില ഏരിയയിലേക്ക് കുറയാൻ സാധ്യതയുണ്ട് വെള്ളം എത്താൻ. അപ്പോൾ അത് എങ്ങനെ ആ പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശുദ്ധജലം ക്ഷാമമില്ലാതെ കിട്ടാൻ കഴിയുക എന്ന് പറയുന്നത് ഇവിടുത്തെ നിവാസികളുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിന് മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട താല്പര്യവും ലക്ഷ്യവും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ധാരാളം ചെറു റോഡുകളുണ്ട്. പഞ്ചായത്തുകളുടെ റോഡുകളാണ്. അതിനകത്ത് സാമാന്യേന നന്നായിട്ട് ഉള്ള റോഡുണ്ട്, ചിലതൊക്കെ മോശപ്പെട്ട് കിടക്കുന്ന റോഡുകളുണ്ട്. PWD ഏറ്റെടുക്കേണ്ട ചില റോഡുകളുണ്ട്, ചിലത് പഞ്ചായത്ത് തന്നെ നിലനിർത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ PWD ഏറ്റെടുത്ത് നന്നായി മെയിൻ്റനൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചില റോഡുകളെ നമുക്ക് വിശേഷിച്ച് നമ്മുടെ ഹൈവേ ടു പടിഞ്ഞാറൻ ഹൈവേ ആയിട്ട് ബന്ധിപ്പിക്കുന്ന വെച്ചാൽ പടിഞ്ഞാട്ടാണ് ഇതിൻ്റെ ഒരു ആ കേന്ദ്രത്തിലുള്ള ആളുകളാണ് കൂടുതൽ ജീവിക്കുന്ന ആളുകൾ. എന്നാൽ അവരുടെ സഞ്ചാരപഥങ്ങൾ കിടക്കുന്നത് കിഴക്കോട്ടാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ കുറച്ചും കൂടി നല്ല റോഡുകളാക്കി സൗകര്യപ്പെടുത്തുകയും യാത്രാ സൗകര്യം വിപുലീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ വരുന്നൊരു കാര്യം, ഈ ഇവിടുത്തെ ഈ കൈപ്പമംഗലം മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രം എന്ന് പറയുന്നത് മൂന്നുപീടികയാണ്. മൂന്നുപീടികയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. ചില പ്രപ്പോസലുകളുണ്ട്. ആ പ്രപ്പോസൽ അനുസരിച്ച് ഇപ്പോൾ അവിടെ മാർക്കറ്റും അതുപോലെയുള്ള സംവിധാനങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഓൺ ഗോയിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റും. എന്നാലും ഈ മൂന്നുപീടിക വ്യവസായ മേഖലയെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിന് പല പല പ്രപ്പോസലുണ്ട്. ഞാനിപ്പോൾ ഈ വോട്ടർമാരെ കേൾക്കാൻ, ജനങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി വെച്ചപ്പോൾ അവർ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് അവർ പൊരിഞ്ഞനം കൈപ്പമംഗലം പഞ്ചായത്തിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ വാണിജ്യ കേന്ദ്രം കുറേ കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള പ്രദേശം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു മുനിസിപ്പാലിറ്റി ആക്കാൻ പറ്റുമോ എന്നുള്ള അഭിപ്രായമൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ജനങ്ങളും പഞ്ചായത്തും കൂടി തീരുമാനിച്ചാൽ അവരുടെ അഭിപ്രായത്തെ മുൻനിർത്തിയിട്ടാണ് അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. അവർ ധരിക്കുന്നത് മുനിസിപ്പാലിറ്റി ആയി കഴിഞ്ഞാൽ ഒരു ടൗണിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇപ്പോൾ NH-66 വരുന്നതോട് കൂടിയിട്ട് സത്യത്തിൽ യാത്രാ സൗകര്യം വിപുലീകരിക്കപ്പെടും എന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തെ 2ആക്കി വിഭജിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് 2 ഫുട് ഓവർ ബ്രിഡ്ജുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫുട് ഓവർ ബ്രിഡ്ജ് പോരാ, അവിടെ അണ്ടർപാസ് തന്നെ വേണം എന്നുള്ള വാദം ശക്തമായിട്ടുള്ളതാണ് ഈ പള്ളിനട. അവിടെ ഇപ്പോൾ നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ഉണ്ട്. പിന്നെ എൻ്റെ MLA ഓഫീസുണ്ട്, വില്ലേജ് ഓഫീസ് ഇപ്പുറത്തുണ്ട്, പിന്നെ ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ ഇവർ നേരത്തെ വളരെ സുഗമമായിട്ട് അങ്ങോട്ടും സഞ്ചരിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഇത് വന്നപ്പോൾ അവരുടെ യാത്രാ സൗകര്യം പരിമിതപ്പെടുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അണ്ടർപാസിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം എന്നാണ് ഞാനും കരുതണത്. അതിനുള്ള ചില സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കരുതുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അണ്ടർപാസും കൂടി വന്നാൽ ആ മേഖല സഞ്ചാര സൗകര്യം മെച്ചപ്പെടുത്താൻ പറ്റും. ഈ കൈപ്പമംഗലം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒന്നിലധികം ഫുട് ഓവർ ബ്രിഡ്ജുകൾ വേണമെന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. പക്ഷേ അവിടെ ഒന്നേ നമുക്ക് അനുവദിച്ചിട്ടുള്ളൂ. അത് തന്നെ എവിടെ എന്നുള്ളതിനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പൂർത്തിയായിട്ടില്ല. അപ്പോൾ അതും കൂടി വന്നാലാണ് ഈ 2 മേഖലയായിട്ട് തിരിഞ്ഞ് നിൽക്കുന്ന പ്രദേശത്തിൻ്റെ യാത്രാ സൗകര്യം നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അക്കാര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കസ്റ്റഡിയിലും അവരുടെ നിയന്ത്രണത്തിലാണ് NH എന്നുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അത് നടപ്പാക്കുന്നതിനൊക്കെ അസൗകര്യങ്ങളുണ്ട്. എന്നാലും ഞാനിപ്പോൾ അസംബ്ലിയിലൊരു
സബ്മിഷൻ കൊണ്ടുവന്നിരുന്നു ഈ കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിമിതിയെക്കുറിച്ച് മന്ത്രി തന്നെ മറുപടി പറയുമ്പോൾ അക്കാര്യം പറഞ്ഞു. എന്നാലും NHI ആയിട്ട് സംസാരിച്ച് നോക്കാം എന്ന ഒരു വാക്ക് അദ്ദേഹം അസംബ്ലിയിൽ തന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇപ്പോൾ തീരദേശ ഹൈവേയുടെ ഒരു പ്രപ്പോസൽ, അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴി തുറക്കുകയാണ്. നമ്മുടെ അഴീക്കോട് മുനമ്പം പാലം, അതിൻ്റെ പിന്നെ ഈ 4 സ്പാനും കൂടി വർക്ക് പൂർത്തിയാക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ 2 ഭാഗത്തും ഇവിടെ എൻട്രി ചെയ്യുന്നിടത്തും അപ്പുറത്തും കുറച്ചും കൂടി ഭൂമി ഏറ്റെടുത്തിട്ട് അതിൻ്റെ അപ്രോച്ച് റോഡുകൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും എൻ്റെ ഈ 5 വർഷത്തിൻ്റെ ഇടയിൽ പൂർത്തിയാക്കി അത് നമുക്ക് ഒരു തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റം ഉണ്ടാകും. അത് ഞങ്ങളുടെ ഇപ്പോൾ കൈപ്പമംഗലം മണ്ഡലത്തിന് മാത്രമല്ല, വടക്കുന്ന് വരുന്ന യാത്രക്കാർക്ക് തെക്കോട്ട് എറണാകുളത്തേക്ക് കയറാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വഴിയായിട്ടത് മാറും. നേരെ വൈപ്പിൻ കൂടി അങ്ങോട്ട് എറണാകുളത്തേക്ക് കയറാം. ഈ ഹൈവേയിലെ തിരക്കും മറ്റൊക്കെ ഒഴിവാക്കാൻ പറ്റും. തീരദേശ നിവാസികൾക്ക്, വിശേഷിച്ച് കൈപ്പമംഗലം മുതൽ വടക്കോട്ടുള്ള നിവാസികൾക്ക് അത് വലിയ സൗകര്യം ഉണ്ടാക്കുന്ന ഒരു യാത്രാ വഴിയായിട്ട് മാറും. അപ്പോൾ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് മറ്റൊരു വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ ധാരാളം സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട്, വായനശാലകൾ, ക്ലബ്ബുകൾ. എനിക്ക് തോന്നുന്നു നല്ല സാംസ്കാരികമായി ഇടപെടുന്ന ആളുകളിൽ നല്ല അവബോധം ഉണ്ടാക്കാൻ കഴിയുന്ന ഇടപെടൽ നടത്തുന്ന ധാരാളം സ്ഥാപനങ്ങളുള്ള ഒരു മണ്ഡലമാണ് കൈപ്പമംഗലം. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 13ഓളം ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ഉണ്ട്. 63 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ ഇവിടുത്തെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും എനിക്ക് തോന്നുന്നു, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാനേജ്മെൻറ്റിലും അതുപോലെ തന്നെ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ അവരൊക്കെ അവരുടെ സ്കൂളിൻ്റെ മേന്മയെ സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. അവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ സമൂഹത്തിൻ്റെ വലിയ സ്ഥാനങ്ങളിലും വലിയ ജോലിയും വലിയ ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായം നമുക്ക് ലഭ്യമാകുന്നതാണ് അത്തരം സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിന്. പിന്നെ MLA ഫണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് മറ്റൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അത്തരം സ്ഥാപനങ്ങൾ വിപുലീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ നൽകണം, അത് മെച്ചപ്പെടുത്തിയെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ നമുക്കിവിടെ കാണുന്ന ഈ ചെറുപ്പക്കാരായിട്ടുള്ള, ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്ന നമ്മുടെ യൂത്തിനെ, അവരായിട്ട് ഞാൻ നേരത്തെ ഈ ഇലക്ഷൻ സമയത്ത് ഒരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് വൈകുന്നേരങ്ങളിൽ ഒരുമിച്ചിരിക്കാനും അതുപോലെ തന്നെ അവർക്ക് കളിക്കാനൊക്കെയുള്ള സൗകര്യം, സ്പോർട്സൊക്കെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അവർ ഒരു ആശയവിനിമയം നടത്തുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നാഷണൽ ഹൈവേ വരുന്നതോടുകൂടി നാഷണൽ ഹൈവേയുടെ ചില ഈ നേരത്തെ പറഞ്ഞ അണ്ടർ പാസേജിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ വിജനമായി കിടക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതിനൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇത്തരം കുട്ടികൾക്ക് രാത്രിയിൽ അവർ വരുന്നതോട് കൂടിയിട്ട് അവിടെ നല്ല വെളിച്ചവും സൗകര്യവും ഒരു കൂട്ടുമായിട്ടിരിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ആശങ്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. കാരണം ഇപ്പോൾ ലഹരി വിരുദ്ധ കാര്യങ്ങൾ നടത്തണം എന്നൊക്കെ, കൂടിച്ചേരണം എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കൂടിച്ചേരലിലൂടെ അവർക്ക് കുറേയും കൂടി ഒരു ഫ്രീഡം അനുവദിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അതിനെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചില അവരുടെ താല്പര്യമനുസരിച്ചിട്ടുള്ള കളികളും അതൊക്കെ നടത്താനുള്ള സൗകര്യം, അതേപോലെ തന്നെ അവർക്ക് ചെറിയ ഫുഡൊക്കെ കഴിക്കാൻ കഴിയുന്ന ചെറിയ ഷോപ്പുകൾ, അതൊക്കെ നമുക്ക് എങ്ങനെ പഞ്ചായത്തുകളുടെയൊക്കെ സഹകരണത്തോടെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ സഹകരണത്തോടെ എങ്ങനെ നടത്താൻ പറ്റും എന്നുള്ളൊരു ആലോചന നടത്തിയാൽ രാത്രി ഉൾപ്പെടെ വളരെ സജീവമാകുന്ന ടൗണുകളും പ്രദേശങ്ങളൊക്കെ ആയിട്ട് ഈ പ്രദേശങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഒന്നൊരു പൂർണ്ണരൂപത്തിലെത്തിയില്ല. ഞാൻ മനസ്സിൽ കരുതുന്നത് അവരുടെ ഒരു കൂട്ടായ്മ വിളിച്ചു കൂട്ടണം എന്നാണ്. അവരൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടിയ ഒരു വിപുലമായ അവരുടെ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയാൽ കുറേയും കൂടി ആശയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് അവർക്ക് കൂടി സ്വീകാര്യമായ പദ്ധതികൾ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നത് ആലോചിക്കണം. പിന്നെ ബുദ്ധിപരമായിട്ടുള്ള ക്ഷീണമുള്ള കുട്ടികൾ, അത്തരം കുട്ടികളെ അവരുടെ മാതാപിതാക്കൾ, പഴയ കാലത്തൊക്കെ അവരെ അങ്ങനെ കുട്ടികളൊക്കെ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല. ഇപ്പം അങ്ങനെയല്ല, അവർ വളരെ കെയർ കൊടുത്ത് മാതാപിതാക്കളും ഒക്കെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവരുടെ മാതാപിതാക്കളും ഈ കുട്ടികളൊക്കെ ആലോചിച്ച്
ഇപ്പോൾ പല ഒരു ടീമായി നിന്നുകൊണ്ട് അവരെ ടൂർ കൊണ്ടുപോകലും അങ്ങനെ ധാരാളം പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അവർക്കൊരു താങ്ങും അവർക്കൊരു സഹായം ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഒരാലോചന എൻ്റെ മനസ്സിലുണ്ട്. അത് തുടർന്നുള്ള നാളുകളിൽ അവരൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്യണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നൊരു കാര്യം, ഇവിടെ കൈപ്പമംഗലം മണ്ഡലത്തിൽ നേരത്തെ VS സുനിൽകുമാറിൻ്റെ കാലത്ത് തന്നെ ആരംഭിച്ചതാണ് ഇവിടെ അക്ഷര കൈരളി എന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളെ കുറേ കൂടി മെച്ചപ്പെടുത്തിയെടുക്കുക, അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഇവിടെ ആലോചിച്ചിരുന്നു. ആ കോച്ചിങ് ക്ലാസ്സുകൾ, അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷനും ഉയർന്ന ജോലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന പദ്ധതി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സുമേധ, അക്ഷര കൈരളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു 8ഓളം വിവിധ ബ്രാഞ്ചുകൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. IASൻ്റെ കോച്ചിങ് ഉൾപ്പെടെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു ജനറൽ ടെസ്റ്റൊക്കെ നടത്തി ഇന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ കോച്ചിങ് കൊടുത്ത്, അങ്ങനെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കോച്ചിങ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ കഴിവുള്ളവരും സാമ്പത്തിക ശേഷിയില്ലാത്ത കുട്ടികളെ സെലക്ട് ചെയ്ത് കുറച്ച് പേർക്ക് കൊടുക്കാൻ പറ്റും. കഴിവുള്ളവരുടെ നിന്ന് കുറച്ച് പൈസയൊക്കെ ഈടാക്കിയിട്ടും ചെയ്യേണ്ടി വരും, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ ഈ ഇത്തരം വർക്ക് ചെയ്യാൻ കഴിയുന്ന NGOകളൊക്കെ നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് അത്തരം ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൂടി ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ സഞ്ചരിച്ചപ്പോൾ നമ്മുടെ ഈ സുനാമി കോളനികളുണ്ട്. സുനാമിയുടെ കാലത്ത് വീട് നഷ്ടപ്പെട്ട ആളുകളെ കൂട്ടായിട്ട് പാർപ്പിച്ച് കൊണ്ടിരിക്കുന്ന സുനാമി കോളനികളുണ്ട്. അന്നത്തെ കാലത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ കോളനികളൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്ക് മെച്ചപ്പെട്ട ഇടങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വളരെ മലീമസമായിട്ടുള്ളൊരു കേന്ദ്രങ്ങളും ഒരു ജീവിക്കാൻ കൊള്ളാവുന്ന സ്ഥലം അല്ലാതായി മാറിയിട്ടുണ്ട്. കാരണം ഒരു ചുരുങ്ങിയ സ്ഥലത്ത് കുറേ അധികം ആളുകൾ ജീവിക്കുന്നതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇത്തരം കോളനികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സൗകര്യം വീടിൻ്റെ രംഗത്തുണ്ടാവണം. അവരുടെ ജീവിത രീതികളിൽ കുറച്ചും കൂടിയൊക്കെ അവിടെ നല്ല ഹൈജീനിക്കായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ പല ആളുകളായിട്ട് സംസാരിച്ച് പറഞ്ഞു, സുനാമി കോളനിയിൽ ജീവിക്കുന്ന കുട്ടികളായതുകൊണ്ട് കല്യാണം കഴിക്കാൻ പോലും അവസരമില്ലാതെ നിൽക്കുന്ന സ്ഥിതിയുണ്ട്. കാരണം കോളനിയിലാണെന്ന് പറഞ്ഞാൽ പിന്നെ അത്തരമൊരു ബന്ധത്തിന് താല്പര്യം കാണിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞ അവസ്ഥ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഈ പറയുന്ന അന്തരീക്ഷം ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു ലൈഫ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അന്ന് സുനാമിക്ക് വലിയൊരു ഫണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് അത് പണിതൊക്കെ. ഇനിയിപ്പോൾ അത് വീണ്ടും പുതുക്കി പണിയാനൊക്കെ എവിടെ നിന്നാണ് ഫണ്ട് എത്രയ്ക്ക് കഴിയുമെന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടതിൽ മത്സ്യത്തൊഴിലാളി മേഖലയിൽ വീട് നിർമ്മിച്ച് നൽകുന്നതിന് ഒരു നിശ്ചിത പദ്ധതി കൊണ്ടുവരണമെന്ന് ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റിലും വന്നിട്ടുണ്ട്. ഇപ്പം നിലവിലൊരു LDF ഗവൺമെൻറ് തന്നെ നടപ്പാക്കിയൊരു പുനർഗേഹം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ അതുപോലെ ഇവരൊക്കെ ഈ സുനാമി കോളനിയിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരുടെ ജീവിത സാഹചര്യം പരിസരം മെച്ചപ്പെടുത്താനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യം ആലോചിക്കണം എന്നും കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രാഥമികമായിട്ട് ആലോചിച്ചിട്ടുള്ളത്. പിന്നെ കുറേ ആളുകൾ അവരുടെ പ്രയാസങ്ങൾ, നല്ല ആവശ്യങ്ങളൊക്കെ അടങ്ങുന്ന നിവേദനങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ കൈപ്പമംഗലം മണ്ഡലവും അപ്പുറത്തെ ഇരിങ്ങാലക്കുട മണ്ഡലവുമായി ബന്ധിപ്പിക്കുന്ന കനോലി കനാലിൻ്റെ കുറുകെ പാലം വരാൻ വേണ്ടിയിട്ടുള്ള ചില പ്രപ്പോസലുണ്ട്. എടത്തിരുത്തി പഞ്ചായത്തിൻ്റെ ഒരു പ്രപ്പോസലുണ്ട്, ഇപ്പുറത്ത് പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ പ്രപ്പോസലുണ്ട്. അങ്ങനെ ചില പാലങ്ങൾ, അപ്പോൾ അത് കുറച്ചും കൂടി രണ്ട് സമൂഹങ്ങൾ തമ്മിലും അവരുടെ പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനൊക്കെ വലിയ സൗകര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത്തരം പാലങ്ങളുടെ ചില പ്രപ്പോസലുകളിൽ നമുക്കെങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ആലോചനയുണ്ട്. ഞാൻ അപ്പുറത്ത് ഉണ്ണിയാടിനെ കണ്ടിട്ട് സംസാരിക്കുകയും ചെയ്തു ഞങ്ങളിപ്പോൾ അസംബ്ലി വെച്ച്. അപ്പോൾ അദ്ദേഹത്തിനും താല്പര്യമാണ് നമുക്ക് രണ്ടു കൂട്ടരും കൂടി ശ്രമിക്കാം, അപ്പുറം കൂടി ആളുകൾക്ക് അവരുടെ യാത്രാ സൗകര്യങ്ങൾ വിപുലീകരിക്കുന്നതിൽ അത് വലിയ പങ്കുവഹിക്കും. അത്തരം കാര്യങ്ങൾ കൂടി നമുക്കിവിടെ നിർവഹിക്കേണ്ടതായിട്ട് വരും. നമുക്ക് പ്രോപ്പർ ഡ്രൈനേജ് ഒന്നുമില്ല. കാരണം ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടും, അതൊക്കെ നമ്മളെ പ്രശ്നമാണ്. അപ്പോൾ ഡ്രൈനേജ് വേണം. കോമൺ അതിൽ ടോയ്ലറ്റും വൃത്തികൾ അത് വേണ്ട. കാരണം നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ ജീവിക്കുന്ന ആൾക്കാരല്ലേ, അത്ര കാര്യങ്ങളും കൂടെ ആവശ്യമുള്ളത് ഇല്ലേ. നല്ല വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, വൃത്തി അന്തരീക്ഷങ്ങൾ, അതൊക്കെ ഏറ്റവും കൂടെ ആവശ്യമുള്ളത്. ഒന്നുമില്ല, ചെറിയ മഴ പെയ്താൽ മതി, ചെടിക്കെട്ടും പുറത്തേക്ക് നടക്കുമ്പോഴും കഴിയില്ല.
അതൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴും. കാരണം മറ്റു കാര്യങ്ങൾ കോമൺ സാധനങ്ങളൊക്കെയാണ്, കോമൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. റോഡിന്റെ സൈഡുകളിൽ വരുന്ന ചെറിയ ചെറിയ ചെടികൾ അതുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കാം. വണ്ടികൾക്ക് പോകേണ്ട സൗകര്യങ്ങളൊന്ന് ഉള്ള റോഡും ഇപ്പം തന്നെ വീതി ഉണ്ട്. എന്നാൽ സൈഡിലൊക്കെ പുല്ലുകൾ വളർന്ന് ഇപ്പോഴത്തെ മഴയിൽ കുറ്റിച്ചെടികളായിട്ട് വളർന്ന് ഒന്നും വൃത്തിയാക്കി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കാർക്കും സ്കൂൾ പിള്ളേർക്കും യാത്ര ചെയ്യാനായിട്ടും വളരെ സൗകര്യമായിരിക്കും. മെയിനായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ റോഡിൽ ഏത് കടകളെ ഫ്രണ്ടിലായാലും കസ്റ്റമർ വന്ന് കയറാനുമായിട്ടും ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് ഡ്രൈനേജ് ഇപ്പോൾ റോഡ് സൈഡിന് ക്ലീനായി കിട്ടേണ്ടത്. ചിലർക്ക് ഡ്രൈനേജ് ഇല്ല, റോഡ് കവിഞ്ഞാൽ വെള്ളം ഒഴുകി പോകുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെ റോഡ് കവിഞ്ഞ് അപ്പുറത്ത് റോഡ് കവിഞ്ഞ് വെള്ളം ഒഴുകി പോകുന്നത്. അതിന് ഡ്രൈനേജ് ഇടാം. പിന്നെ വേണ്ട സൈഡുകളിലൊക്കെ ഈ പുല്ലുകൾ വരുന്നൊക്കെ പറ്റി എതിർന്ന് വരും, ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് കാണത്തൊക്കെ എത്താന്നുള്ളതാണ് മെയിനായിട്ട്. സിമ്പിൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാധിച്ച കാര്യങ്ങളൊന്നുമല്ലല്ലോ ചെയ്യാൻ പറ്റുന്ന. മൂന്നിലെന്നും ഇതേമാതിരി ബ്ലോക്ക്, അതിനൊരു പരിഹാരം പുതിയ റോഡ് വന്നാലൊക്കെ ശരിയാവുന്നു തോന്നുന്നു. എന്നാലും ഇവിടെ പണി വണ്ടി തിരിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിഴക്കോട്ട് തിരിയാനും ഇതിനൊക്കെ ഇതിനൊരു പരിഹാരം കാണാം പറയാനുള്ളത്. ഗതാഗതം കുരുക്കാണ് മെയിനായിട്ട്. വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു കാലത്തും നന്നാവാത്ത റോഡ്, 2 പഞ്ചായത്തിന്റെ ഇടയിലുള്ള റോഡാണ്. അതൊരു വികസനമില്ല. ഇപ്പോഴും അതിൽ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു പൊതു ശ്മശാനം ഉണ്ട് നമ്മുടെ ശൗചാലയങ്ങൾ പൊതുവായിട്ടുള്ളത് അതില്ല. പിന്നെ ഈ 3 വെടിയ ബീച്ച് റോഡ് കാലങ്ങളായിട്ട് അത് ടാറിങ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ സമരമൊക്കെ ചെയ്തിട്ട് ഇപ്പൊ പാസ്സായിട്ടുണ്ട്. അതിന് ടൈഷൻ മാഷ എനിക്ക് മുന്നുണ്ടായിരുന്നു. പണ്ടിൽ പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കട്ട വിരിച്ച് പിന്നെ പഴയ പോലെ തന്നെ കിടക്കുന്ന റോഡ്. ടൈഷന്മാഷായിരുന്നു ആദ്യം MLA ഇവിടെ 2-3 വർഷം കൂടെ 5-10 വർഷം ഭരിക്കുന്നു. അത് ടൈഷന്മാഷ് കുറേ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ റോഡുകളൊക്കെ ശോചനീയമായ അവസ്ഥയിലാക്കി റോഡൊക്കെ ശോചനീയ ഓരോ റോഡൊക്കെ നന്നാക്കാനായിട്ട് ഇഷ്ടംപോലെ റോഡുകളൊക്കെ തല്ലിപ്പൊളിയാക്കി എടുക്കണം. ഇപ്പോൾ പടിഞ്ഞാട്ട് റോഡൊക്കെ 3 പടിഞ്ഞാട്ട് റോഡുകൾ അവിടെ കൈപ്പങ്കൽ ഗ്രാമീണ റോഡ് അങ്ങനെയൊക്കെ കുറേ റോഡുകളൊക്കെ ഇവിടെ ആകെ തല്ലിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യണം. പിന്നെ ജനങ്ങൾക്കുള്ള യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം, എന്തെങ്കിലും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ നല്ല രീതിയിലാക്കണം ആക്കണമെന്ന് പുതിയതായിട്ട് ചാർജ് എടുത്തുള്ള അല്ല. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് ചെയ്യായിരിക്കും കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ എങ്ങനെയാ ഈ എല്ലാവർക്കും തൊഴിൽ കിട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വ്യവസായ സ്ഥാപനം? ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളൊന്നും ഇല്ല, നിലവിലൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ വല്ല പോകണമെന്ന് വെച്ചാൽ ഇപ്പോൾ കൊച്ചി ഷിപ്പ്യാർഡ് അങ്ങനെയുള്ള ഇപ്പോൾ KS സോളമെൻറ്റ് കമ്പനി അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നു. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ടായത് ഇപ്പോൾ നാട്ടിക ഒരു കോട്ടൺ മില്ലൊക്കെ ഇറങ്ങുന്നത്, അതൊക്കെ അടച്ചുപൂട്ടി പോയി. പിന്നെ പ്രത്യേകിച്ചായിട്ട് തൊഴിലിൻ്റെ അങ്ങനെ സാധ്യതകളൊന്നും. പൊതുവായ കളിസ്ഥലം ഉണ്ടോ അവിടെ? പൊതുവായ കളിസ്ഥലത്തിന് ഇപ്പോൾ നമ്മുടെ പോൾസൻ നമ്മുടെ കഴിഞ്ഞ കൈപ്പാലം പഞ്ചായത്ത് മെമ്പറായിരുന്ന പോൾസൻ ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൈപ്പാലം കിഴക്കേ ഭാഗത്ത് പള്ളിനട ഭാഗത്ത് സ്ഥലം കൊടുത്തിട്ടുണ്ട് വലുതായിട്ട്. ഒരു സർക്കാർ ഒരു 2-3 ഏക്കർ സ്ഥലം അയാൾ ദാനം ചെയ്തു. അപ്പോൾ അതിലൊരു കളിസ്ഥലം ഉണ്ടാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കൈപ്പൊങ്കലത്തിൻ്റെ വിഷയമെന്ന് വെച്ചാൽ കുറേ നമ്മളെ പള്ളിനടയിൽ ഹൈവേയെ സംബന്ധിച്ചുള്ള പ്രശ്നം, അതിൻ്റെ അടിപ്പാത ഒരു വിഷയമുണ്ട്. പിന്നെ വികസനങ്ങൾ ഇഷ്ടംപോലെ നടക്കാനുണ്ട്. പിന്നെ മെയിൻ പ്രശ്നങ്ങൾ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ വന്നേക്കണ ഭരണസമിതി അവർ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാണ് കൊണ്ടുപോകുന്നത്. പിന്നെ കുറേ ലഹരി പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് വികസനങ്ങൾ ഇനി നടത്തണം. നമ്മൾ നല്ലൊരു വികസനം കാഴ്ചവെക്കട്ടെ എന്നുള്ള നമ്മളെ പ്രതീക്ഷ. ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമായ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും MLA ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും കയ്പമംഗലം മണ്ഡലം പുരോഗതിയിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.